നീലഗിരി നെല്ലാക്കോട്ട ടൗണിൽ വീണ്ടും കാട്ടാനിറങ്ങി വാഹനങ്ങളും കെട്ടിടങ്ങളും നശിപ്പിച്ചു. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനംവകുപ്പിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ആന നശിപ്പിച്ചു കളഞ്ഞു അല്ലേ? ആ പ്രതിഷേധം അതിന്റെ വിവരങ്ങളുമായിട്ട് ഷഹദ് ചേരുന്നുണ്ട് നമുക്കപ്പം. ഷഹദ്, ഇതിങ്ങനെ എത്ര നാളായി ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നു? ഓരോ കാലത്തും ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നാട്ടുകാർ എന്താണ് ആവശ്യപ്പെടുന്നത്? ഹാഷ്മി, സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇന്ന് ആദ്യമായിട്ടല്ല, തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നീലഗിരി നെല്ലക്കോട്ട ടൗണിലാണ് ഇത്തരത്തിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. ഒറ്റയാനാണ് ഇറങ്ങിയിട്ടുള്ളത്. വാഹനങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ ചുവപ്പ് കാറ് അത് വലിയ രീതിയിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്താണ് ഇത്തരത്തിൽ ഈ ആന ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നൊരാവശ്യമാണ് പ്രധാനമായിട്ടും അവിടെയുള്ള നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ വലിയ രീതിയിൽ ഇപ്പോൾ ഒരു ഗതാഗത കുരുക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. കാരണം ഇത് വയനാട് അതുപോലെ തന്നെ തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള ഒരു മേഖലയിലാണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് യാത്രക്കാരൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ പേടിപ്പെടുത്തുന്നതാണ്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.